കരൂരിൽ NDA സംഘം എത്തി. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അനുരാഗ് താക്കൂറും ഹേമമാലിനിയും അടക്കമുള്ള NDA സംഘങ്ങൾ. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ വിവാദം ഒരു രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞുവല്ലോ. അതായത് DMKയും വിജയ് നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. അതായത് ഒരു വശത്ത് കരൂരിലേക്ക് കാലുകുത്താൻ വിജയ് അനുവദിക്കാത്തത്ര വിധം രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നു DMK. മറുവശത്ത് ഗുരുതര ആരോപണങ്ങൾ FIRൽ വരുന്നു. അതേസമയം നിങ്ങളാണ് കാരണക്കാർ എന്ന് TVK മറുപടി പറയുന്നു. ഇന്ന് അവരുടെ കൂട്ടത്തിലെ ഒരു പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ കാരണക്കാർ നിങ്ങളാണെന്ന് DMKയുടെ മുൻ മന്ത്രി കൂടിയായ ആൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദമായി അത് മാറി നിൽക്കുമ്പോഴാണ് NDAയുടെ സംഘം അവിടെ എത്തുന്നത്. എന്താണ് അവർ പറഞ്ഞത്? കൃഷ്ണരാജ്, തീർച്ചയായിട്ടും NDA സംഘം പറയുന്നത് കരൂരിലെ സന്ദർശനത്തെക്കുറിച്ചാണ്. കരൂരിലേക്ക് സന്ദർശനത്തിനായി എത്തുന്ന സംഘം ആദ്യം ഈ അപകടം നടന്ന സ്ഥലത്ത് വേലുച്ചാമിപുരത്തേക്ക് എത്തും. അവിടെ കാര്യങ്ങൾ പരിശോധിക്കും, എങ്ങനെയാണ് അപകടം ഉണ്ടായത്, ഇനി രാജ്യത്തൊരിടത്തും ഇത്തരം ഒരു അപകടം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടെയാണ് ഈ NDA സംഘത്തെ ഇപ്പോൾ ഈ കരൂരിലേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അടുത്തതായിട്ട് അവർ വെളിച്ചാമിപുരത്തെ സന്ദർശനത്തിന് ശേഷം പിന്നീട് അടുത്തതായിട്ട് ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകും. അവിടെയും സന്ദർശനം നടത്തി പരിക്കേറ്റ ആളുകളോടും മറ്റുമൊക്കെ ചോദിക്കും. ഏത് തരത്തിലുള്ള ദുരനുഭവമാണ് അവർ നേരിട്ടത്, എന്താണ് അവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി, പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണോ, അവർ അപകടത്തിൽപ്പെട്ട സമയത്ത് പോലീസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ചോദിച്ചറിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 9:30 ഡൽഹിയിൽ നിന്നുള്ള സംഘം കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ടിലെത്തി പുറത്തു വന്ന സംഘം മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചിരിക്കുന്നു. ഇനി അവർ കോയമ്പത്തൂരിൽ നിന്നും റോഡ് മാർഗമാണ് കരൂരിലേക്ക് വരാൻ പോകുന്നത്. ഏകദേശം 2-2.5 മണിക്കൂർ സമയം വേണം. ഇപ്പോഴത്തെ സമയം വെച്ച് നോക്കുമ്പോൾ ഒരു 12:30-1 മണിയോടുകൂടെ ആയിരിക്കും അവർ കരൂരിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കരൂരിൽ ഇന്നിപ്പോൾ ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. TVK നേതാവായ മതിയഴകനെയും അതുപോലെ തന്നെ TVKയുടെ മറ്റൊരു പ്രാദേശിക നേതാവായ പൗൺ രാജിനെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ മതിയഴകനെ അല്പസമയം മുൻപാണ് ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത്. വൈദ്യപരിശോധനയ്ക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മതിയഴകനെ JM1 കോടതി, അതായത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1 കോടതിയിലേക്ക് ഹാജരാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഈ മതിയഴകനും അതുപോലെ തന്നെ പൗൺ രാജിനുമെതിരെയൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒന്ന്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വകുപ്പ് ചുമത്തിയിരിക്കുന്നത് ഈ സംഘാടനത്തിൽ പോലീസ് നിരവധി മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതായത് 11 മാർഗനിർദ്ദേശങ്ങൾ പോലീസ് മുന്നോട്ട് വച്ചിരുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്നതുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി ഇപ്പോൾ പൗൺ രാജും അതുപോലെ തന്നെ മതിയഴകൻ എന്നീ 2 നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ അറസ്റ്റിലേക്ക് കൂടെ DMK സർക്കാർ, പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ TVKയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുഷി ആനന്ദിനെയും അതുപോലെ തന്നെ TVKയുടെ സംസ്ഥാന ചുമതലയിൽ തന്നെയുള്ള നിർമ്മൽ കുമാറിനെയും CT നിർമ്മൽ കുമാറിനെയും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ FIRൽ ഇവർ 2 പേരെയും പേരിൽ കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അവരുടെ ഉൾപ്പെടെ, അതായത് ബുഷി ആനന്ദിൻ്റെയും അതുപോലെ തന്നെ CT നിർമ്മൽ കുമാറിൻ്റെയും ഉൾപ്പെടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ്. അതേസമയം വിജയുടെ അറസ്റ്റ് മറ്റ് നടപടികളിലേക്ക് തൽക്കാലം കടക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും പോലീസ് ഒരു വശത്ത് കേസും മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ജുഡീഷ്യൽ പ്രത്യേക അന്വേഷണം, അതായത് ജുഡീഷ്യൽ അന്വേഷണം
പുരോഗമിക്കുന്നുണ്ട്. അരുണ എന്ന മുൻ ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് മറുവശത്ത് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രേമാനന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിച്ചിരിക്കുന്നത്. ആ പ്രേമാനന്ദിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്ന് കൂടുതൽ പ്രതികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരാൾ ഒരു TVK നേതാവ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഒരു വിഴുപ്പുറത്ത്, അതായത് ചെന്നൈക്കടുത്തുള്ള വിഴുപ്പുറം എന്ന പ്രദേശത്തെ അയ്യപ്പൻ എന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ പകർപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി, പോലീസ് അവിടെ ബോധപൂർവം തിരക്കും മറ്റും സൃഷ്ടിച്ചു, DMK സർക്കാരിനെ പോലീസിനെ വിമർശിച്ചുകൊണ്ട് കോയമ്പത്തൂരിലെത്തി അവർ ഇനി റോഡ് മാർഗം 2-2.5 മണിക്കൂർ സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കരൂരിലേക്ക് എത്തും. അവിടെ സംഭവ സ്ഥലം സന്ദർശിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണ ആലത്തൂർ.